ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കായ്പോള കേട്ടോ. ഓക്കെ, കായ്പോളയൊക്കെ എല്ലാവരും തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. പക്ഷേ പലരും പല രീതിയിലാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ പഴം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഓയിലിൽ. അപ്പോൾ നല്ലോണം ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം വളരെ സിമ്മാക്കി വെച്ചിട്ടാണ് ഇതുപോലെ വാട്ടിയെടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞു പോകും, പക്ഷേ ഉള്ളൊന്നും വാടിയിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ വാട്ടിയെടുക്കണം. അപ്പോൾ കായ്പോള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണെന്ന് എല്ലാവരും പറയും, പക്ഷേ ഞാൻ തയ്യാറാക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഈ ഒരു പഴം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളറിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇത് തണിഞ്ഞതിന് ശേഷം ഒന്ന് വേർപെടുത്തിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വാട്ടിയെടുക്കണം. പിന്നെ എടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടിയിട്ട് എടുത്ത് എണ്ണ കുടിക്കില്ല. ഇനി നമുക്ക് ഒരു ജാറിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള. അപ്പോൾ പഴുത്ത പഴമായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഷുഗർ ഇട്ട് കൊടുക്കാൻ. ഞാൻ 3 സ്പൂണ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 3 മുട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കറക്കിയെടുക്കാം. ഇനി ഈ 3 പഴമാണ് ഞാൻ കായ്പോളയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആ മുട്ടയുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ തണിഞ്ഞതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. മുട്ടയായതുകൊണ്ട് കുക്കായി പോവും. അപ്പോൾ തണിഞ്ഞിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് ഒന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ കുറച്ച് ഗീയിലേക്ക് പിന്നെ കാഷ്യൂവും കിസ്മിസുമാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നട്ട്സൊക്കെ ചെയ്തെടുക്കാൻ, കരിയാതെ കിട്ടണം. പിന്നെ അതിന് ശേഷം ഈ ഗീ നമുക്ക് തണിഞ്ഞതിന് ശേഷം ഈ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കിട്ടും. ഗീ കൂടി വരുമ്പോൾ തണിഞ്ഞതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒരു ഐറ്റം തയ്യാറാക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നട്ട്സും കരിയാതെ കിട്ടണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഗീ തണിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി അടി റൗണ്ടുള്ള ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു മിക്സ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടുമ്പോൾ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. പകുതി ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നട്ട്സ് ഇടും. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കി ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള നട്ട്സ് കൂടി ഇട്ടിട്ട് സെറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഓരോ ബൈറ്റ്സിലും നട്ട്സൊക്കെ കടിക്കാൻ വേണ്ടി കിട്ടുക. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കായ്പോളയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇതുപോലെ റൗണ്ട് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ചെറിയ പാത്രം ഇറക്കി വെച്ചിട്ട് അങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കണക്കായ ഒരു മൂടി കൊണ്ട് അടച്ച് അതിലേക്ക് ഒരു വെയിറ്റും വെച്ച് കൊടുക്കും. പിന്നെ ഫ്ലെയിം വളരെ കുറച്ചിട്ടാണ് വെക്കുക, ലോ ഫ്ലെയിമിൽ. കറക്റ്റ് 25 മിനിറ്റാണ് ഇതിൻ്റെ ഒരു ടൈം. 25 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുക്കായി കിട്ടും. ഇതാ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ കായ്പോള തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചിലർ പുഴുങ്ങിയിട്ടൊക്കെ തയ്യാറാക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടേസ്റ്റിൻ്റെ ഡിഫറൻറ്റ്. സത്യം പറഞ്ഞാൽ ഉന്നക്കായും കായ്പോളയൊന്നും എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഒന്നും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും സബും ചെയ്തിട്ടൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ.